നമസ്കാരം, ഞാൻ സരിക പ്രമാനൻ. സാടെക് ലാബ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തിടെ ഇന്റർനെറ്റിൽ ഒരു വീഡിയോ വൈറലായിരുന്നു. 2 AI ഏജന്റുകൾ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു ഭാഷയിൽ സംസാരിക്കുന്നു. ഇത് പലരിലും അത്ഭുതവും അതേസമയം ചെറിയ ആശങ്കയും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഗിബർലിങ്ക് എന്ന AI കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. തുടക്കത്തിൽ തന്നെ പറയട്ടെ, ചില ആളുകൾ ഭയപ്പെടുന്നത് AIകൾ സ്വയം ഒരു പുതിയ ഭാഷ കണ്ടുപിടിച്ചു എന്നാണ്. പക്ഷെ അത് ശരിയല്ല. ഗിബർലിങ്ക് മനുഷ്യർ തന്നെയാണ് രൂപകൽപ്പന ചെയ്തത്. AIകൾ സ്വയം ഇത് കണ്ടുപിടിച്ചതല്ല. മറ്റൊരാശങ്ക സുതാര്യതയുടെ കുറവാണ്. എന്നാൽ ഈ സിസ്റ്റത്തിൽ AIകൾ പറയുന്നത് മനുഷ്യർക്ക് റിയൽ ടൈം ആയിട്ട് വായിക്കാനുള്ള സംവിധാനമുണ്ട്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും. ഹ്യൂമൻ ഓവർസൈറ്റ് അവിടെ ഉണ്ട്. അപ്പൊ എന്താണ് സംഭവിച്ചത്? ഒരു വീഡിയോയിൽ 2 AI ചാറ്റ്ബോട്ടുകൾ പരസ്പരം സംസാരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. Thanks for calling Leonardo Hotel. How can I help you today? Hi there. I'm an AI agent calling on behalf of Boris Starkov. He's looking for a hotel for his wedding. Is your hotel available for weddings? Oh, hello there. I'm actually an AI assistant too. What a pleasant surprise. Before we continue, would you like to switch to Gibberlink mode for more efficient communication? ആദ്യം അവർ സാധാരണ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു. ഒരു AI ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് ആയിട്ടും മറ്റത് ഒരു ഉപഭോക്താവിന്റെ പ്രതിനിധിയായിട്ടുമാണ് സംസാരിക്കുന്നത്. പെട്ടെന്ന് അവർ തമ്മിൽ AIകളാണെന്ന് തിരിച്ചറിയുന്നു. അപ്പോൾ അവർ ഗിബർലിങ്ക് എന്ന വിളിക്കുന്ന ഒരു പ്രത്യേക മോഡലിലേക്ക് മാറാൻ തീരുമാനിക്കുന്നു. ആ മോഡലിലേക്ക് മാറിയപ്പോൾ അവരുടെ സംഭാഷണം മനുഷ്യർക്ക് മനസ്സിലാകാത്ത വിചിത്രമായിട്ടുള്ള ശബ്ദങ്ങളായിട്ട് മാറുകയായിരുന്നു. ഇത് പഴയ കാലത്ത് ഡയലോഗ് മോഡം ശബ്ദം പോലെയാണ് കേൾക്കുന്നത്. ഈ വീഡിയോ കണ്ട പലരും ആശ്ചര്യപ്പെട്ടു, ചിലർ ഭയപ്പെട്ടു. AIകൾ സ്വന്തമായി ഒരു പുതിയ ഭാഷ കണ്ടുപിടിച്ചു എന്ന് പലരും കരുതി. എന്നാൽ യഥാർത്ഥത്തിൽ അത്ര പേടിക്കേണ്ടെന്ന ഒന്നുമല്ല ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്താണ് ശരിക്കും സംഭവിച്ചതപ്പോൾ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഈ ഒരു സംഭവം ഒരു ഹാക്കത്തോണിൽ നടന്നതാണ്, 11 ലാബ്സിന്റെ. ഇതൊരു സ്വാഭാവികമായി സംഭവിച്ച കാര്യമല്ല, മറിച്ച് മനഃപൂർവ്വം രൂപകൽപ്പന ചെയ്ത ഒരു പ്രദർശനമാണ്, ഒരു ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു. ബോറിസ് സ്റ്റാർക്കോഫും ആന്റോണും എന്ന 2 സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ, മെറ്റയിൽ നിന്നുള്ള 2 സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ ഗിബർലിങ്ക് എന്ന ഒരു പുതിയ AI കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ വികസിപ്പിച്ചു. ഗിബർലിങ്കിന്റെ ലക്ഷ്യം AI സിസ്റ്റങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നുള്ളതാണ്. AIകൾ മറ്റൊരു AIയോടാണ് സംസാരിക്കുന്നതെന്ന് തിരിച്ചറിയുമ്പോൾ അവർക്ക് ഈ പ്രത്യേക മോഡലിലേക്ക് മാറാൻ കഴിയും. ഈ മോഡൽ AIകൾ വാക്കുകൾക്ക് പകരം ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് വിവരങ്ങൾ കൈമാറുന്നു. ഇത് മനുഷ്യർക്ക് കേൾക്കാൻ കഴിയുമെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഈ രീതി സാധാരണ സംഭാഷണത്തെക്കാൾ ഒരു 80% വേഗതയേറിയതാണ്. കാരണം AIകൾക്ക് മനുഷ്യഭാഷയുടെ സങ്കീർണതകൾ ഒഴിവാക്കി നേരിട്ട് ഡേറ്റ കൈമാറാൻ കഴിയും. ഇത് AIകൾ സ്വയം വികസിപ്പിച്ചെടുത്ത ഒരു രഹസ്യ ഭാഷയല്ല, മറിച്ച് മനുഷ്യർ തന്നെ രൂപകൽപ്പന ചെയ്ത ഒരു കാര്യക്ഷമമായ ആശയവിനിമയ രീതിയാണ്. ഈ സിസ്റ്റത്തിൽ AIകൾ പറയുന്നത് മനുഷ്യർക്ക് വായിക്കാനുള്ള സംവിധാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ പറയട്ടെ, സുതാര്യതയുടെ ലിമിറ്റേഷൻ അവിടെ ഉണ്ട്. AI ഏജന്റുമാർ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മാനുഷിക മൂല്യങ്ങളുമായോ താല്പര്യങ്ങളുമായോ ബന്ധപ്പെട്ട തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും കാരണമായേക്കാം. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്തായാലും നമ്മൾ കണ്ട വീഡിയോയിലുള്ളത് AIകൾ സ്വയം വികസിപ്പിച്ച ഒരു രഹസ്യ ഭാഷയല്ല, മറിച്ച് AIകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ മനുഷ്യര് രൂപകൽപ്പന ചെയ്ത ഒരു പുതിയ സാങ്കേതിക വിദ്യയാണ്. ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് കൂടെ നോക്കാം.
ഈ ഒരു സാങ്കേതിക വിദ്യ AI-കളെ കൂടുതൽ വേഗത്തിൽ വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്നു. ഇതാ ഇപ്പോൾ കസ്റ്റമർ സർവീസ്, ഡാറ്റ സെന്ററുകൾ, IoT ഉപകരണങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഭാവിയിൽ AI സിസ്റ്റങ്ങൾ തമ്മിൽ കൂടുതൽ നന്നായി സഹകരിക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഗിബർലിങ്ക് പോലുള്ള സാങ്കേതിക വിദ്യകൾ AI-യുടെ ഭാവിയെ വളരെ നന്നായി രൂപപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. പക്ഷെ ഓർക്കുക, ഇതെല്ലാം മനുഷ്യരുടെ നിയന്ത്രണത്തിലാണ്. AI-കൾ സ്വയം ഒന്നും ചെയ്യുന്നില്ല എന്ന് വെച്ച് ഭാവിയിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നല്ല. എന്തായാലും ഇതുവരെ കൈകിട്ട് പോയിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഇത് പരീക്ഷ നോക്കണം എന്നുണ്ടെങ്കിൽ ഡെമോയും കോഡും ഒക്കെ അവരുടെ ഗിറ്റബിലുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങളെ അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.